എന്റെ പേര് സാദിഖ്, കോഴിക്കോട്. ഈ നബിദിനം ആയിക്കഴിഞ്ഞാൽ പൊതുവെ റോഡ് സൈഡിൽ ഫ്ലെക്സ് കാണാറുണ്ട്. വഹാബികളുടെ അല്ല മുജാഹിദിന്റെ പൂർവിക പണ്ഡിതന്മാരെല്ലാം കേരളത്തിൽ മൗലൂദ് കഴിച്ചിട്ടുണ്ട്. അതിന് വല്ല തെളിവുണ്ടോ, അല്ലെങ്കിൽ നുണപ്രചരണമാണോ എന്ന് വ്യക്തമാക്കണം. അപ്പൊ ഏതായിരുന്നാലും വഹാബികളെ പൂർവികന്മാരും കഴിച്ചു എന്ന് ബോർഡ് വെക്കാറുണ്ട്. വഹാബികളെ പൂർവികന്മാർ ഒന്ന് അള്ളാന്റെ റസൂല്, കഴിഞ്ഞാൽ സ്വഹാബിമാര്, താബിഉകൾ, തബഉ താബിഈകൾ, അവരെ താബിഈങ്ങൾ, അങ്ങനെ തലമുറകളായി വരുന്ന 1400 കൊല്ലത്തെ പൂർവികരായ മുസ്ലിമീങ്ങൾ. അതാണ് മുജാഹിദുകൾ തങ്ങളെ പൂർവികരായി കാണുന്നത്. അതില് ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ തലമുറ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം അന്നില്ല. 2 സ്വഹാബിമാർ, അവർക്കും പരിചയമില്ല. താബിഉകൾ, അവർക്കും പരിചയമില്ല. തബഉ താബിഈകൾ, അവർക്കും പരിചയമില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഹിജ്റ 400 കൊല്ലം, ഹിജ്റ 400 കൊല്ലം. ആ 400 കൊല്ലത്തിനിടയ്ക്ക് ജീവിച്ച 10,000-കണക്കായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ ലക്ഷത്തോളം വരുന്ന ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞതായോ നബിദിന ആഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശങ്ങളോ ഒന്നും കാണുക സാധ്യമല്ല. യാതൊന്നും കാണില്ല. അതുകൊണ്ട് വഹാബികളെ പൂർവികന്മാർ എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന സലഫുസ് സ്വാലിഹുകൾ, സച്ചരിതരായ മുൻഗാമികൾ, അവർ ഇത് ആചരിച്ചിട്ടില്ല, ആഘോഷിച്ചിട്ടില്ല. ഇനി ശേഷം അത് ഏറ്റെടുത്തു വന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, അവർക്കും അത് പരിചയമില്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കും അത് പരിചയമില്ല. മുദഫർ രാജാവാണ് തുടങ്ങി വെച്ചത്. അലിക്കുൽ മുദഫർ ധീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവരാണു വൻധർമ്മിട്ടന. മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ. അതാണ് തുടക്കം. ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇർബൽ എന്ന നാട്ടിലെ ഭരണാധികാരിയായിരുന്ന മുദഫർ രാജാവ്, ആ മുദഫർ രാജാവാണ് ഈ ആഘോഷം, ഈ ആചാരം തുടങ്ങി വെച്ചത്. അദ്ദേഹം ഒരു വലിയ സദ്യ ഉണ്ടാക്കി, എല്ലാവരും ക്ഷണിച്ചു വരുത്തി, എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു വരുത്തി, അവർക്കെല്ലാം സമ്മാനം കൊടുത്ത് അങ്ങനെ തുടങ്ങി വെച്ച ഒരു ആഘോഷമാണ് യഥാർത്ഥത്തിൽ ജന്മദിനാഘോഷം എന്നുള്ളത്. അത് സമസ്തക്കാർ അംഗീകരിക്കുന്ന താഴ്വ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ അദ്ദേഹം തന്നെ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,30,000 പാത്രങ്ങളിൽ ഹലുവായുമുണ്ടോരോ തരം. ഉലമാക്കൾ അനവധി ഹാജരുണ്ടതിലന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. അതാണ് തുടക്കം. അതിനുശേഷമാണ് പണ്ഡിത ലോകത്ത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച തന്നെ വന്നത്. അത് പറ്റുമോ പറ്റില്ലേ, ഇത് ബിദഅത്താണോ, നല്ല ബിദഅത്താണോ, ചീത്ത ബിദഅത്താണോ എന്നൊക്കെയുള്ള ചർച്ചകൾ അതിനുശേഷമേ മുസ്ലിം ലോകത്ത് കാണൂ. അത്തരം ചർച്ചകൾ ഇനി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സംഘടനാപരമായ പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം വന്ന നേതാക്കന്മാരാണ് ഉദ്ദേശിക്കപ്പെട്ടതെങ്കിൽ അവർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അത്തരം ചർച്ചകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിയാണ്. ആ പോസ്റ്ററുകളിൽ സാധാരണ കൊടുക്കാനുള്ളതാണെന്ത്, EK മൗലവി, KM മൗലവി തുടങ്ങിയവര് അന്ന് ജന്മദിനം ആഘോഷിച്ചു, അൽ മുർഷിദിലുണ്ട്, അൽ ഇർഷാദിലുണ്ട് എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട്. ഇതാണ് അൽ ഇർഷാദും അൽ മുർഷിദും. ആ പറയപ്പെടുന്ന അൽ ഇർഷാദാണിത്. ഈ അൽ ഇർഷാദിൽ ലേഖനമുണ്ട്. റബീഉൽ അവ്വൽ മാസം വന്നപ്പോ അതുമായി ബന്ധപ്പെട്ട് ലേഖനമുണ്ട്. ഏതുപോലെ? റബീഉൽ അവ്വൽ 1-ന് നമ്മളിവിടെ മുഖാമുഖം വെച്ചതുപോലെ ഇവിടെ മുഖാമുഖം വെച്ചല്ലോ. ഇതെന്തിനാ? ഇത് ശരിയല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. ഇനിയിപ്പോ വേണമെങ്കിൽ ഇതിന് നോട്ടീസ് ഒരാള് സൂക്ഷിച്ചു വെച്ചിട്ട് ഒരു 10-50 കൊല്ലം കഴിഞ്ഞ് ഒരാളെന്ത് ചെയ്യാണ് ഈ നോട്ടീസും കൊണ്ട് അന്ന് സ്റ്റേജിൽ വെക്കുക. ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട് ഈ നോട്ടീസും കൊണ്ട് ഒരാൾ സ്റ്റേജിൽ വെക്കുക. എന്നിട്ട് പറയാ, ഇതാ 50 കൊല്ലം മുമ്പ് വഹാബികള് ജന്മദിന റബീഉൽ അവ്വൽ മാസം വന്നാൽ അവര് പ്രത്യേകമായ വഅദ് പരിപാടികൾ, മുഖാമുഖ പരിപാടികൾ എല്ലാം സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ പാടില്ലാതായത് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആ പണിയാണ് ഈ ആളുകൾ ഈ പോസ്റ്റർ സ്ഥാപിച്ച് നിർവഹിക്കുന്നത്. ഇതാണ് ലേഖനം. താരീഖുൽ മൗലിദി വഹുക്മുഹു. താരീഖുൽ മൗലിദി വഹുക്മുഹു. മൗലിദിന്റെ ചരിത്രവും അതിന്റെ വിധിയും. മൗലിദിന്റെ ചരിത്രവും അതിന്റെ വിധിയും എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ലേഖനം EK കുഞ്ഞഹമ്മദ് കുട്ടി മൗലവി.
അപ്പൊ താരീഖുൽ മൗലിദി വഹുക്മുഹു, മൗലിദിന്റെ ചരിത്രവും അതിന്റെ ഹുക്മും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാം റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. ഇതാണ് ഫ്ലക്സിൽ ഉണ്ടാവുന്ന വാചകം. ഫ്ലക്സുള്ള വാചകം ഇതാണ്. എന്നിട്ട് പറയാം, മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധിക്കില്ല. ഇത് കൊടുക്കും ഫ്ലക്സ്, ബാക്കി ഉണ്ടാവില്ല. ബാക്കി എന്താ? എന്നാൽ അടുത്ത വാക്കതാ, എന്നാൽ ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായിട്ടുള്ളത് ഈ മാസത്തിലാകയാൽ അതിന്റെ ഓർമ്മക്കായും ആ പുണ്യാത്മാവിനോട് നമുക്കുള്ള അതിരിട്ട സ്നേഹത്തെ വെളിവാക്കുവാൻ വേണ്ടിയുമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ അതുകൊണ്ടുള്ള ശരിയായ ഫലത്തെ മനസ്സിലാക്കിയവർ വളരെ ചുരുങ്ങും. ഏറ്റവും മഹത്തായ ഈ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജനന നാളായ റബീഉൽ അവ്വൽ 12-ാം തീയതിയിൽ ലോകത്തെ റഹ്മത്തായി എഴുന്നേൽപ്പിക്കപ്പെട്ട നബിയുടെ ചുരുങ്ങിയ ചരിത്രത്തെയെങ്കിലും പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കുക എന്നതിലാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നൊരു പറയാ. എന്നാൽ റബീഉൽ അവ്വലിൽ മൗലിദ് കഴിക്കുന്നത് മുസ്ലിമീങ്ങളെ സർവ്വസാധാരണമായ ഒരു ആദത്തായി തീരുകയാൽ അത് കഴിവുള്ളവരുടെ മേൽ വാജിബോ സുന്നത്തോ ആയിട്ടുള്ള ഒരു ദീനീയായ അമലാണെന്നും അതിനെ ഉപേക്ഷിക്കുന്നവർ തീർച്ചയായും ആക്ഷേപാർഹരാണെന്നും ജനങ്ങൾ പൊതുവെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ അമലിന്റെ താരീഖും അഥവാ ഇത് എന്ന് മുതൽ ഉണ്ടായതാണെന്നും ഇതിനെക്കുറിച്ച് ശറഈന്റെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഹുക്മ് പൊതുജനങ്ങളെ അറിയിക്കുന്നത് ആവശ്യമാകയാൽ അവയെ കുറിച്ച് അല്പം വിവരിക്കാം. അപ്പൊ എന്താ പറഞ്ഞത്? നാട്ടിൽ വ്യാപകമായിട്ടുണ്ട്, എല്ലാവരും വിചാരിക്കുന്നത് സുന്നത്താണ് അല്ലെങ്കിൽ വാജിബാണ്. അതുകൊണ്ട് എന്താ അതിന്റെ വിധി? താരീഖുൽ മൗലിദ് എന്നിട്ട് പറയാ, ഈ ആചാരം ഹിജ്റ 6-ാം നൂറ്റാണ്ട് അവസാനത്തിലോ 7-ാം നൂറ്റാണ്ട് ആദ്യത്തിലോ മൂസൽ സംസ്ഥാനത്തിലെ ഒരു പ്രധാന പട്ടണമായ ഇർബദിലെ രാജാവായ മലിക്കുൽ മുഅല്ലം മുദഫറുദ്ദീൻ അബൂ സഈദ് ഇബ്നു ഹസൻ അവർകളാൽ ആദ്യമായി ഉണ്ടാക്കിയിട്ടുള്ളതാകുന്നു. അതാണ് ചരിത്രം. എന്നൊരു ഹുക്മ് ഇതൊക്കെ ചരിത്രം വിശദീകരിച്ചിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ മൗലിദൊക്കെ പറഞ്ഞിട്ട് ശേഷം പറഞ്ഞു ഹുക്മുൽ മൗലിദി, മൗലിദിന്റെ വിധി. ഇനി ഇപ്രകാരമുള്ള മൗലിദിന്റെ കാര്യത്തിൽ ഉലമാഉ ശറഅ് പറഞ്ഞിട്ടുള്ള ഹുക്മ് എന്താണെന്ന് ചിന്തിക്കാം. എന്താ വിധി എന്ന് ചിന്തിക്കാം. ഉലമാക്കളിൽ ചിലർ ഇത് മദ്മൂമത്തായ ആക്ഷേപാർഹമായ ബിദ്അത്താണെന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ഇത് ദീനിൽ മശ്റൂഅ് നിയമമാക്കപ്പെട്ടത് അല്ലാതിരിക്കവേ ഒരു മതാചാരമായി എന്ന് മാത്രമല്ല ഒരു ദീനിയായ ഇബാദത്തായി എണ്ണപ്പെടുന്നു. പൊതുജനങ്ങൾ ഇത് മശ്റൂ ആണെന്ന് വിചാരിച്ചു വരുന്നു. വേറെ ചില ഉലമാക്കൾ പറയുന്നത് ഇത് നല്ലതായ ബിദ്അത്താണെന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഈ അമൽ ഖാതമുൽ അംബിയാവായ റസൂലുള്ളാഹി തങ്ങളുടെ ഉത്ഭവത്തെ കുറിച്ച് ആ നബി പൂജാതനായ ദിവസത്തിൽ സന്തോഷത്തെ ലാഹിറാക്കുന്നത് കൊണ്ടും സദഖ മുതലായവ കൊണ്ടും അല്ലാഹു തആലയോടുള്ള ശുക്രാണെന്ന് അവർ പറയുന്നു. അപ്പൊ ചിലര് ഇത് ആക്ഷേപിക്കപ്പെട്ട ബിദ്അത്താന്ന് പറഞ്ഞു, ചിലർ നല്ല ബിദ്അത്താ എന്ന് പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം സ്ഥാപിക്കുകയാണ് നബിക്ക് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം പറയാ ഇത്രയും പറഞ്ഞതിൽ നിന്ന് അഹ്മദുൽ മൗലിദ് ഉത്ഭവിച്ചതിന് പുറകെ ഉലമാഉ ശറഅ് രണ്ടഭിപ്രായക്കാരായിട്ടാണ് ഇരിക്കുന്നത് എന്നും പ്രമാണിത്തക്ക പല ഉലമാക്കളും അത് ഹസനത്തായ ബിദ്അത്താണെന്ന് ഫത്വ ചെയ്തിരിക്കുന്നുവെന്നും വെളിപ്പെട്ടുവല്ലോ. പക്ഷേ ഏതൊരു ഷർറും അതിൽ കലർന്നു പോകാതെയും അത് കാരണമായി യാതൊരു ദോഷവും ഉണ്ടായിത്തീരുവാൻ ഇടവരാതെയും നടത്തപ്പെടുന്ന മൗലിദിനെ പറ്റി മാത്രമാണ് അവർ ബിദ്അത്ത് ഹസനത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടാണ് ആ ലേഖനം. ഇനി അൽ മുർശിദും അങ്ങനെ തന്നെ. അൽ മുർശിദ് 1936 റബീഉൽ അവ്വൽ മാസത്തിൽ ഇറങ്ങിയ അൽ മുർശിദ് മാസിക, അതില് മൗലിദുമായി ബന്ധപ്പെട്ട ലേഖനമുണ്ട്. മൗലിദ് റബീഉൽ അവ്വൽ എന്ന പേരിൽ. അതിലും പറയാ നബി ജനിച്ചത് പറഞ്ഞു, എന്നിട്ട് ഇന്ന് നാട്ടിൽ നടപ്പുള്ളത് പറഞ്ഞു, ആഘോഷിക്കുന്നത് പറഞ്ഞു. ശേഷം പറയാം എന്നാൽ ഇന്ന് റബീഉൽ അവ്വൽ മാസത്തെ എങ്ങനെ കൊണ്ടാടുന്നുവെന്നും നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിച്ചു വരുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. റബീഉൽ അവ്വൽ മാസം വന്നാൽ വീട് തോറും മൗലിദ് ഓതുന്ന സമ്പ്രദായമാണ് അനേക കാലമായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ഈ സമ്പ്രദായം കൊണ്ട് നബിയുടെ ജീവചരിത്രം പഠിക്കുവാനോ തിരുമേനിയുടെ ചരിത്രങ്ങൾ അറിയുവാനോ സാധിക്കുന്നില്ല. മൗലിദുകളാവട്ടെ നമ്മൾ അധികം പേർക്കും അറിഞ്ഞുകൂടാത്ത അറബി ഭാഷയിലാണ്. നബിയുടെ ശരിയായ ജീവചരിത്രം അവയിൽ ഇല്ല എന്ന് തന്നെ പറയാം. മിക്ക മൗലിദുകളിലും ജനനമ്പരയുടെ വിവരം മാത്രമായിരിക്കും. ചിലതിൽ ജനന ദിവസം ഉണ്ടായ അത്ഭുത സംഭവങ്ങളും ശൈശവകാലത്തെ ഏതാനും വിവരങ്ങളും ഉണ്ടായിരിക്കും.
ബാക്കിയുള്ള ചില കിസ്സകളാണ്. കിസ്സകളിൽ അധികവും അടിസ്ഥാനരഹിതങ്ങളാണ് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ അറബി ഭാഷയിലുള്ള മൗലിദ് മുക്രിയോ മുല്ലയോ വന്ന് ഒരു ഭാഗത്തിരുന്ന് ചൊല്ലി പിരിഞ്ഞതുകൊണ്ട് എന്തൊരു ഫലമാണ് ശ്രദ്ധിക്കുവാനുള്ളത്? മുല്ല ചൊല്ലുന്നത് എന്താണെന്ന് മുല്ലക്ക് തന്നെ മനസ്സിലായിരിക്കില്ല, ചൊല്ലിക്കുന്നവന്റെ സ്ഥിതിയും അതുതന്നെ. എന്താ മുല്ല ചൊല്ലണത് മുല്ലക്കറിയില്ല, ചൊല്ലിക്കുന്നവനും അറിയില്ല. നബിയുൽ അവര് കൊണ്ടാടേണ്ടത് ഇങ്ങനെയാണോ? ഇതുകൊണ്ടാണോ നബിയോടുള്ള ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നബിയെ പിൻപറ്റുകയും നബിയുടെ ജീവചരിത്രം പഠിച്ച് അത് പ്രകാരം ജീവിക്കലുമാണ് ശരിയായ നബിയെ പിൻപറ്റലും നബിയോട് സ്നേഹം വെളിപ്പെടുത്തലും എന്നാണ് ശേഷം സ്ഥാപിക്കുന്നത്.